ഭാരതത്തിന്റെ പ്രധാന സേവകനെ കാത്ത് അനന്തപുരി രാവിലെ 10:30 തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലേക്കാണ് ആദ്യം എത്തുക. ഭാരതത്തിന്റെ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാനുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നിർവഹിക്കും. തുടർന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്രയുടെ സമാപന സമ്മേളനവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വിവിധയിടങ്ങളിൽ നിന്നും വിവരങ്ങൾ നൽകാനായി ഞങ്ങളുടെ റിപ്പോർട്ടർമാർ കൂടി ചേരുന്നുണ്ട്. ആദ്യം ശാലിനിയിലേക്കാണ് പോകുന്നത്. ശാലിനി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ഉള്ളതെന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ശാലിനി, സെൻട്രൽ സ്റ്റേഡിയത്തിലാണ് ബിജെപിയുടെ പദയാത്രയുടെ സമാപനം വേണ്ടി പ്രധാനമന്ത്രി എത്തുന്നത്. വിവരങ്ങൾ രജനി, ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് തലസ്ഥാനത്തെയും അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ബി.ജെ.പി. പ്രവർത്തകർക്ക് ഏറ്റവും ആവേശോജ്വലമായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കുന്ന ദിവസം കൂടിയാണ് ഇന്ന്. കാരണം രാജ്യത്തിന്റെ പ്രധാന സേവകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തലസ്ഥാനത്തേക്ക് എത്തുകയാണ്, അനന്തപുരിയിലേക്ക് എത്തുകയാണ്. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങൾ തലസ്ഥാന നഗരിയിൽ പുരോഗമിക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്തിന് മുൻവശത്താണ്, അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിന് സമീപത്താണ് നമ്മൾ ഉള്ളത്. ആ കവാടത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. ഇവിടെ ഇപ്പോൾ പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, സാധാരണ ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ പ്രധാന സേവകനെ ഒരു നോക്ക് കാണാനായി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇന്ന് രാവിലെ 10:30 കൂടിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിന്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെക്നിക്കൽ ഏരിയയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. അതിനുശേഷം 11 മണിക്ക് ശേഷമാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക്, അതായത് പരിപാടി നടക്കുന്ന വേദിയിലേക്ക് എത്തുന്നത്. ആദ്യം അദ്ദേഹം പോവുക 10:30 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നു. തുടർന്ന് VSCയിലേക്ക് അദ്ദേഹം പോവുകയാണ്. അവിടെ ഗഗൻയാൻ സംസ്ഥാനത്തിന്റെയും ഒരുപക്ഷെ രാജ്യത്തിന്റെയും ഒക്കെ തന്നെ പ്രധാന സ്വപ്ന പദ്ധതികളൊന്നായ ഗഗൻയാൻ ഉൾപ്പെടെയുള്ള പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനങ്ങളും ഔദ്യോഗികമായിട്ടുള്ള ചില പരിപാടികളിലും അദ്ദേഹം VSCയിൽ പങ്കെടുക്കുന്നുണ്ട്. ഗഗൻയാന്റെ ഭാഗമായിട്ടുള്ള ഏക മലയാളി, നാല് ഭാരതീയരിൽ ഏക മലയാളിയായിട്ടുള്ള മലയാളിയുടെ പേര് കൂടി അദ്ദേഹം ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിനുശേഷം 11 മണിയോട് കൂടിയാണ് എനിക്ക് പിന്നിൽ കാണുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് അദ്ദേഹം എത്താൻ പോകുന്നത്. അതിനുശേഷം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലൂടെ പര്യടനം നടത്തിയ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പദയാത്രയുടെ ഔദ്യോഗികമായിട്ടുള്ള സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കുന്നുണ്ട്. നമുക്കൊപ്പം ഇപ്പോൾ ഈ ഒരു പദയാത്രയുടെ ഭാഗമായിരുന്ന കഴിഞ്ഞ 14 ജില്ലകളിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 14 ജില്ലകളിലും അദ്ദേഹം പദയാത്രയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ജനം ടിവിയുടെ റിപ്പോർട്ടർ വി വിനീഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഒരുപക്ഷെ ഈ പദയാത്രയെക്കുറിച്ചും ഒരുപക്ഷെ ഇതിന്റെ മറ്റ് നടപടികളെയും ചടങ്ങുകളെയും ഒക്കെ പറ്റി കൂടുതൽ സംസാരിക്കാൻ വിനീഷ് ചേട്ടാ കുറച്ച് ദിവസങ്ങളായി പദയാത്രയുടെ ഒപ്പമായിരുന്നു. ഇന്നിപ്പോൾ പദയാത്രയുടെ സമാപനമാണ്. എത്രത്തോളമാണ് ഓരോ ജില്ലയിലും നൽകിയിട്ടുള്ള പദയാത്രയ്ക്കുള്ള ആവേശോജ്വല സ്വീകരണം? പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു, തീയതി പ്രഖ്യാപനം കാത്തിരിക്കുന്നു. എത്രത്തോളം ആവേശോജ്വലമായിട്ടുള്ള ഒരു പ്രകടനം, അല്ലെങ്കിൽ എത്തരത്തിലാണ് പ്രവർത്തകരുടെ ആവേശം? ശാലിനി, നിലവിൽ സംസ്ഥാനത്തുടനീളം നമ്മുടെ യാത്ര കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ബി.ജെ.പിക്ക് വലിയൊരു ആത്മവിശ്വാസം ലഭിക്കുന്നുണ്ട് ഈ യാത്രയിലുടനീളം. പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നിരവധി പ്രവർത്തകർ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഉപേക്ഷിച്ച് ബി.ജെ.പിയുടെ ഭാഗമാകുന്നത് ഈ ഒരു യാത്രയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചു. NDA ചെയർമാൻ എന്ന ഉപരി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തിയ യാത്ര നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നു. കുറച്ച് കൂടുതൽ സംഘടനകളെ ദേശീയതയിലേക്ക് എത്തിക്കാൻ സാധിച്ചു, ഘടകകക്ഷി അംഗങ്ങളെ കൂട്ടാൻ സാധിച്ചു. നമുക്കറിയാം PC ജോർജ് അടക്കമുള്ളവർ, ഷോൺ ജോർജ് അടക്കമുള്ളവർ ഇവിടേക്ക് എത്തുന്നത് ഈ പദയാത്ര ആരംഭിച്ചതിന് ശേഷമാണ്. ദേശീയ തലത്തിലെത്തിയാണ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ലയിക്കുക മാത്രമല്ല മൊത്തത്തിൽ ഒരു സംഘടന പൂർണ്ണമായി ബി.ജെ.പിയോടൊപ്പം ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. എന്തായിരുന്നാലും ഈ ഒരു മോദിയുടെ സന്ദർശനം വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെ കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു കൊട്ടിക്കലാശത്തിന് അല്ലെങ്കിൽ ഈ പദയാത്രയുടെ കൊട്ടിക്കലാശവും തെരഞ്ഞെടുപ്പിനുള്ള ഒരു പുതിയ തുടക്കവും എന്നാണ് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്ത് എത്തുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യത്തെ നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് മോദിയും കേന്ദ്ര നേതൃത്വവും അമിത്ഷയും അടങ്ങുന്ന ഒരു ടീം, ആ ടീം കേരളത്തിൽ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 10 വർഷം നരേന്ദ്രമോദി സർക്കാർ നടത്തി വന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, വായ്പാ പദ്ധതികൾ, നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ പറയുമ്പോൾ ഉജ്ജൽ യോജന കണക്ഷൻ, മറ്റ് മാതൃവന്ദൻ ഉൾപ്പെടെയുള്ള നിരവധി പ്രോജക്റ്റുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വികസന പ്രവർത്തനങ്ങളിലേക്ക് തോന്നുമ്പോൾ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നു. ഉജ്ജൽ യോജന കണക്ഷൻ പണ്ട് 2024 എല്ലാ വീടുകളിലും കുടിവെള്ളം എന്നൊരു പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയിരുന്നു. ആ സമയത്താണ് ജൽജീവൻ മിഷൻ, ഉജ്ജൽ യോജന കണക്ഷൻ, ഗ്യാസ് കണക്ഷൻ, ജൽജീവൻ മിഷന്റെ ആ ഒരു പ്രവർത്തനം. ഇന്ന് കേരളത്തിൽ നോക്കുമ്പോൾ ഏതൊരു സാധാരണക്കാരനും അറിയാം, ഓരോ മുക്കും മൂലയിലും
അവരുടെ വീടുകളിലേക്ക് നേരിട്ട് കുടിവെള്ളം എത്തുകയാണ്. പണ്ട് നഗര പ്രദേശങ്ങളിൽ മാത്രമായിരുന്നു കുടിവെള്ളം പൈപ്പ് ലൈൻ എത്തിയിരുന്നുവെങ്കിൽ ഇന്ന് സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് പൈപ്പ് ലൈൻ എത്തുന്നു. അവർക്ക് ജൽജീവൻ മിഷൻ്റെ ഭാഗമാകാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് പാവപ്പെട്ടവന് ഈ ജൽജീവൻ മിഷൻ വഴി പണം ഈ പൈപ്പ് കണക്ഷനിലൂടെ വെള്ളം ലഭിക്കുമ്പോൾ അവന് അത് അടയ്ക്കേണ്ടി വരുന്നില്ല, പണം നൽകേണ്ടി വരുന്നില്ല. അങ്ങനെ നിരവധി സേവനങ്ങൾ, വലിയ രാഷ്ട്രീയ മാറ്റമാണ് മോദി കൊണ്ടുവരുന്നത്, വിപ്ലവകരമായ മാറ്റം. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട സ്ത്രീകളെ സംബന്ധിച്ചുള്ള കാര്യം, മുത്തലാഖ് വിഷയം. ഒരു സ്ത്രീ എന്ന രീതിയിൽ ശാലിനിക്ക് ഒപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം, മുത്തലാഖ് എന്ന് പറയുന്ന ഒരു അനാചാരത്തെ നമ്മുടെ രാജ്യത്ത് നിന്ന് തുടച്ചു നീക്കാൻ വലിയൊരു വർഗീയ ശക്തികൾ ഇതിനെതിരെ പോരടിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് ഇതൊന്നും മുഖവിലേക്ക് എടുക്കാതെ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ എത്തുന്നു. ഒപ്പം തന്നെ ആർട്ടിക്കിൾ 370 ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധി പ്രോജക്റ്റുകൾ രാജ്യത്ത് നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെയും അല്ലെങ്കിൽ മറ്റു ഇതര സംവിധാനങ്ങൾ മാത്രമല്ല സ്ത്രീ സുരക്ഷ അത് നടപ്പാക്കി കാണിക്കുന്ന ഒരു സർക്കാർ കേന്ദ്രം ഭരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും വനിതകൾക്ക് സ്വന്തമായി അവരുടെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് അവരൊരു ബിസിനസ്സാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ സ്വന്തമായി വായ്പ നൽകുന്ന പദ്ധതി, PMEGP ഉൾപ്പെടെയുള്ള പദ്ധതി, മുദ്രാ ലോൺ ഉൾപ്പെടെയുള്ള പദ്ധതി, ഒരു പ്രോജക്റ്റ് നൽകിയാൽ ഏത് സർക്കാരാണ് ഒരു പണം നൽകാനായിട്ട് ഗ്യാരണ്ടി നിൽക്കുന്നത്? വെറും ഒരു പ്രോജക്റ്റ്, മറ്റു ഒരു പിൻബലവുമില്ല. ഇന്ന് രാജ്യത്തെ എല്ലാ ബാങ്കുകളും നേരിട്ട് പണം നൽകുന്ന ഒരു സാഹചര്യം, ഒരു പ്രോജക്റ്റ് നൽകുന്നതിലൂടെ നിരവധി പദ്ധതികളിലൂടെ സാധാരണക്കാരനായ നമുക്ക് ഈ ഉന്തുവണ്ടി, നമ്മുടെ ഈ തിരുവനന്തപുരം നഗരത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തട്ടുകടകളുണ്ട് റോഡ് സൈഡിൽ ഉന്തുവണ്ടി തള്ളുന്നത്, അവർക്കുൾപ്പെടെ ഒരു പണം ഒരു സെക്യൂരിറ്റി ഇല്ലാതെ 10,000 രൂപ ആദ്യഘട്ടത്തിൽ നൽകുന്നു, അതിനുശേഷം 25,000 നൽകുന്നു. അങ്ങനെ നിരവധി പ്രോജക്റ്റുകളാണ് നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത്. ഇതൊക്കെ ഇത്തവണ BJPക്ക് ഗുണം ചെയ്യും. അത് സംസ്ഥാനത്ത് മാത്രമല്ല രാജ്യത്താകമനം BJPക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ തന്നെയാണ് BJP നേതാക്കൾ നടത്തുന്നത്. ശാലിനിക്ക് അറിയാമല്ലോ, പല ഘട്ടങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് BJPയുടെ ഇപ്പോഴത്തെ ഒരു വളർച്ചയെ വിലയിരുത്താൻ സാധിക്കുക. പ്രധാനമായും നമ്മൾ പറയേണ്ടത് ഒരു A-ക്ലാസ് മണ്ഡലത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. അതായത് തിരുവനന്തപുരം എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം NDA സംബന്ധിച്ചിടത്തോളം ഒരു A-ക്ലാസ് മണ്ഡലമാണ്. അപ്രതീക്ഷിതമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് തന്നെയാണ് 10:00 നമ്മൾ പ്രതീക്ഷിക്കും, 10:11 മണിയോടുകൂടി പ്രതീക്ഷിക്കുന്നത്. എന്നാലും വിനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഒരുപക്ഷെ കഴിഞ്ഞ 7-8 വർഷത്തിലധികമായി നമ്മൾ കണ്ടിട്ടുള്ള വളർച്ച, മാറ്റം, പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമല്ല രാജ്യത്തുടനീളം വന്നിട്ടുള്ള മാറ്റങ്ങൾ അത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഒപ്പം ദേശീയതയ്ക്കൊപ്പം അണിചേരുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം നമുക്ക് പിന്നിൽ കാണുന്നത് അതിന്റെയൊക്കെ ഭാഗമായിട്ടുള്ള എനിക്ക് തോന്നുന്നു ഇതൊക്കെ പഴയകാല BJPയുടെ തിരുവനന്തപുരത്തെ മുഖങ്ങളാണ്. എന്താണ് പറയാനുള്ളത്? ഒരു മുതിർന്ന BJP പ്രവർത്തകർ എന്ന നിലയിൽ 2024 ആദ്യമായിട്ട് പ്രധാനമന്ത്രി തലസ്ഥാനത്തേക്ക് എത്തുകയാണ്. പ്രവർത്തകർ എന്ന നിലയിലും ഇപ്പോൾ ഈ കൂടുതൽ ദേശീയതയ്ക്കൊപ്പം ആളുകൾ എത്തുന്നത് കാണുമ്പോൾ എന്ത് തോന്നുന്നു ഒരു മുതിർന്ന പ്രവർത്തകർ എന്ന നിലയിൽ? വളരെ സന്തോഷവും പ്രതീക്ഷയും നൽകുന്ന ഒരു ദിവസമാണിന്ന്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ മുഴുവൻ BJP പ്രവർത്തകർക്ക് ആവേശവും പുതിയൊരു ഉണർവ് നൽകുന്ന ഒരു ദിവസം ഇന്നിവിടെ ആരംഭിക്കുന്നു. പല ഇലക്ഷനുകൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഒരു BJP പ്രവർത്തന എന്ന നിലയിൽ. ഇത്തവണ എന്തെങ്കിലും മാറ്റം തോന്നുന്നുണ്ടോ? വളരെ നല്ല രീതിയിലുള്ള മാറ്റം ഇന്നു മുതൽ നമ്മളിവിടെ ആരംഭിക്കുകയാണ്. അതിനുള്ളൊരു പ്രചോദനം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ വരവോടുകൂടി നമുക്ക് കിട്ടും. ആ ഉത്തേജനം നമ്മുടെ പ്രവർത്തകരിൽ നിന്ന് പ്രവർത്തകർ ഉൾക്കൊണ്ടുകൊണ്ട് പുതിയൊരു കേരളത്തിലേക്ക് നമ്മൾ എത്താൻ സാധ്യത കാണുന്നു. ഒപ്പം തന്നെ ഈ ഘടകകക്ഷികളുടെയൊക്കെ കുറേ അംഗങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടായി NDAയുടെ പദയാത്ര, NDA ചെയർമാൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷനും കൂടിയായ K. സുരേന്ദ്രൻ നയിച്ചപ്പോൾ ഉണ്ടായ നേട്ടങ്ങൾ, BJPയുടെ നേട്ടങ്ങൾ എന്താണെന്നും കൂടി നോക്കണ്ടേ. ഇപ്പൊ ഈ ദേശീയതയ്ക്കൊപ്പം ചേർന്നത് എന്ത് കിട്ടുമെന്നുള്ളത് അതിന്റെയൊക്കെ ഏറ്റവും എടുത്തു പറയേണ്ട ഉദാഹരണമാണ്. ഇന്ന് ജനപക്ഷം ഔദ്യോഗികമായി നമ്മുടെ NDAയ്ക്കൊപ്പം ചേരുകയാണ്, ലയിക്കുകയാണ്. നമുക്കിപ്പോൾ പിന്നിൽ കാണുന്നത് ഈ കതറിട്ട ആളുകൾ എവിടെ പോകുന്നു എന്നൊരു ചോദ്യം പലരും ചോദിക്കുന്നുണ്ട്. പക്ഷേ ജനപക്ഷത്തിന്റെ പ്രതിനിധികൾ ഓക്കെ അപ്പൊ ഈ ഒരു ഔദ്യോഗികമായി ലയന സമ്മേളനത്തിൽ എത്തുന്നു, പ്രധാനമന്ത്രിക്കൊപ്പം ഒരു വേദിയിൽ പോവുകയാണ്. എന്താണ് പ്രതീക്ഷിക്കുന്നത് ഇനി വരുന്ന നാളുകൾ? നല്ലൊരു ഭരണം കിട്ടും. ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കേന്ദ്രത്തിൽ നല്ല ഭരണം വരും. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ നല്ലൊരു 5 MPമാരെങ്കിലും നിലവിൽ കേരളത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പത്തനംതിട്ട PC ജോർജോ, ഷോൺ ജോർജോ വരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. അവരിൽ ആര് വന്നാലും ഒരാൾക്കൊരു സീറ്റ് കേന്ദ്രത്തിൽ ഉറപ്പാണ്. കേരളത്തിലൊരു കേന്ദ്രമന്ത്രിയും MP അല്ലാതെ ലോക്സഭയിൽ തെരഞ്ഞെടുത്ത ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ ഉറപ്പായിട്ട് നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ദേശീയതയ്ക്കൊപ്പം കേരളത്തിൽ മാറ്റം ഉണ്ടാകുന്നു. ഉറപ്പായിട്ടും മാറ്റം വരും. ശാലിനി, ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, നിങ്ങളൊരു ജില്ലാ പ്രസിഡന്റ് ആയിരുന്ന ഒരാൾ ഒരു പാർട്ടിയുടെ ഒരു അംഗമായി മാറുന്നു. ആ ഒരു ചിന്തിക്കുമ്പോൾ ഒരു സ്ഥാനവും ഇല്ലാതെ പെട്ടെന്ന് BJPക്ക് വരാൻ തോന്നിയ ഒരു പ്രേരണ എന്താണ്? പ്രേരണ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ നല്ല ശക്തമായൊരു ഭരണം ഉണ്ടാകണം. അതായത് തീവ്രവാദത്തെ എല്ലാം അടിച്ചമർത്തി ശക്തമായ ഭരണം വരണമെങ്കിൽ നല്ല ശക്തമായ രാഷ്ട്രീയ ഭരണം. ജനപക്ഷം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറിയ പാർട്ടിയായിരുന്നു.
അതൊരു ദേശീയ പാർട്ടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ജനപക്ഷത്തിൻ്റെയും വളർച്ചയിൽ പുരോഗതി ഉണ്ടാകും, മൊത്തത്തിൽ മാറ്റങ്ങളും ഉണ്ടാകും. ആ ഒരു താല്പര്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ബി സി ജോർജ് സാറിൻ്റെ കൂട്ടത്തിൽ പണ്ടുപോലെ ഉണ്ടായിരുന്നു. സാർ പറഞ്ഞു നമുക്ക് എൻ ഡി എയിലേക്ക് പോകാം, എൻ ഡി എയിലാണെങ്കിൽ നമുക്ക് ബി ജെ പി ചേർന്നാൽ രാജ്യത്തിന് പുരോഗതിക്ക് നല്ലതാണ്, ചേരണമെന്ന് ഞങ്ങൾ എല്ലാവരും അതിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട്, രാജ്യ പുരോഗതിയും രാജ്യ സുരക്ഷയുമാണ് ഇവിടെ പ്രധാനം. നരേന്ദ്രമോദി സർക്കാർ നൽകുന്ന ഗ്യാരണ്ടികളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാജ്യസുരക്ഷ. രാജ്യസുരക്ഷയെക്കുറിച്ച് പറയുമ്പോൾ രാജ്യം പണ്ട് നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ജമ്മു കാശ്മീർ നടന്ന, അല്ലെങ്കിൽ അവിടെ സർജിക്കൽ സ്ട്രൈക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചെടുക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എല്ലാവരും വിശ്വസിക്കുന്നത് നരേന്ദ്രമോദിയുടെ കൈകളിലാണ് നമ്മുടെ രാജ്യം സുരക്ഷിതമാകുന്നത്. ഇന്ത്യ ചൈന അതിർത്തി തർക്കമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് കഴിഞ്ഞ 7 വർഷം കൊണ്ട് നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ LOC കടന്ന് ഒരാളും അകത്തേക്ക് രാജ്യത്തിനുള്ളിലേക്ക് കടക്കാൻ ആരും ശ്രമിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.